ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ പ്രിപ്പറേഷനും പിന്നെ ചെറിയൊരു ഈസ്റ്റർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ഷോപ്പിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈസ്റ്ററിൻ്റെ ചെറിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എഗ് ഹണ്ടിങ്ങും അതുപോലെ സ്റ്റോറി ടെല്ലിങ് പിന്നെ ചെറിയൊരു ഈസ്റ്റർ മാർക്കറ്റ് അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. അങ്ങനെ നമ്മളതേ പോകാൻ വേണ്ടി ഇറങ്ങി പുറത്തെത്തിയപ്പോഴാണ് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി ജാക്കറ്റ് എടുത്തിട്ട് വന്നിട്ടാണ് വീണ്ടും നമ്മൾ പോകുന്നത്. വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അത്ര തണുപ്പുണ്ടായില്ല കേട്ടോ. ചൂടാണ് നമുക്ക് ഫീൽ ചെയ്തത് ബാൽക്കണിയിലൊക്കെ നിന്നപ്പോൾ. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷെ നല്ലൊരു സണ്ണി ഡേ കേട്ടോ. സണ്ണിൻ്റെ അടുത്ത് എത്തുമ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഗ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് ഹണ്ടിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങണം നമുക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ മാപ്പിൽ എത്ര സ്ഥലമുണ്ട്? 6 സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് 6 നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. കഴിഞ്ഞ വർഷം ഹലോവീനും ഇതേ സാധനം ഉണ്ടായി. ഒരു ഇത്രയും വലിപ്പമുള്ളൊരു മിഠായിനെ കിട്ടി. 11 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളേ. എല്ലാവരും എഗ് അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര ഒരു സ്ഥലത്തൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ബ്യൂസിനിയുടെ ഈ ടൗണിൽ ഏകദേശം ഫുള്ളായിട്ട് നടക്കേണ്ടി വരുവേ. അമ്മുൻ്റെ ഹണ്ടിങ് അമ്മ സ്റ്റാർട്ട് ചെയ്തത് ഈ പോയിന്റിൽ നിന്നാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല രസമുണ്ട്. അതിങ്ങനെ കുറേ വൈക്കോൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ എഗ്ഗ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമൽ എഗ്ഗ് അല്ല, അങ്ങനെ പ്ലാസ്റ്റിക് എഗ്ഗാണ്. എന്നിട്ട് കുട്ടികളത് കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അത് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ അമ്മൂസ് ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ്. കുട്ടികൾക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മൊമെൻ്റാണ് എഗ് ഹണ്ടിങ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നതും ചെയ്യുന്നത്. അപ്പോൾ അമ്മൂൻ്റെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് മുട്ട കിട്ടാണ്ടൊക്കെ ആയപ്പോൾ ഒരു സങ്കടം ഉണ്ടായി. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കുറേ മുട്ടകൾ കിട്ടിയപ്പോൾ അമ്മു ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അമ്മു ഇവിടെ മുട്ടയൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസ് ഇവിടെ ഇങ്ങനെ മുട്ട പെറുക്കിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ അമ്മൂസിന് ഇവിടെ ഇഷ്ടം പോലെ മുട്ട കിട്ടിയിട്ടുണ്ട്. ആ ബാസ്ക്കറ്റ് ഫുള്ള് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എഗ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ഈ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഇടണം. അതിനിട്ട് ഒരു കാർഡ് തന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ. ആ കാർഡ് നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ അമ്മൂനും എഗ് ഹണ്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ചോക്ലേറ്റ്സ് ആണ് അതിൻ്റെ ഉള്ളിലുണ്ടായത്. എഗ്ഗിൻ്റെ ഷേപ്പിലുള്ള കുറേ ചോക്ലേറ്റ്സ് ആട്ടോ അതിലുണ്ടായത്. അങ്ങനെ നമ്മുടെ മാപ്പ് അന്വേഷിച്ച് നടന്നിട്ട് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ പഞ്ച് ചെയ്യണം. അപ്പോൾ അവർ ക്ലൂ തന്നിട്ടുണ്ട്, ഇന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നിട്ടുള്ള കട്ടിങ്ങും ഷേവിങ്ങും ചെയ്യുന്ന സ്ഥലമാണ്. അതായിരുന്നു അതിൻ്റെ ഒരു ക്ലൂ ഉണ്ടായത് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് 5 എണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അടുത്ത് ഉണ്ടായിരുന്നത് നമുക്കിതിൻ്റെ കിച്ചണിൽ ചെല്ലാം. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഫുഡ് കിട്ടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നെ തപ്പി വന്നപ്പോൾ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അമേസോൺ തന്തൂരിയിലാണ് ക്യൂസീൻ ഇന്ത്യൻ്റെ ഒരു ഇന്ത്യൻ ഷോപ്പാണ്. ഇവിടെയാണ് അടുത്തതുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ 2ാമത്തെ സ്ഥലവും കണ്ടുപിടിച്ചിട്ട് നമ്മളിവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എഗ് ഹണ്ടിങ്ങിൻ്റെ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലം അന്വേഷിച്ചുള്ള നടപ്പാണ്. ഇനി 4 എണ്ണം ഉണ്ട്. മൊത്തം 6 സ്ഥലമാണ് കേട്ടോ ഉള്ളത്. ഇനി 4 എണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. നല്ല വെയിലാണ്. അടുത്തത് ചോക്ലേറ്റ് ക്യാൻഡീസ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇതാണോ ബോംബോ? ബോംബോ 3rd 1 അല്ലേ?
അങ്ങനെ നമ്മളത് അടുത്ത നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കിയോസ്കാണ് കേട്ടോ, ഒരു ഷോപ്പാണ്. മീഗ്രോസിൻ്റെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നൊരു ഷോപ്പാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടായത്. അങ്ങനെ മൂന്നാമത്തത് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിത് എഗ്ഗ് അന്വേഷിച്ചുള്ള നടത്തത്തിലാണ്. ഏകദേശം ഇപ്പോൾ അരമണിക്കൂറായി നമ്മൾ എഗ്ഗ് ഹണ്ടിങ് നടത്താൻ തുടങ്ങിയിട്ട്. 3 എണ്ണം കിട്ടി, ഇനിയും 3 എണ്ണം കിട്ടാനുണ്ട്. എപ്പോൾ കിട്ടുന്നൊരു പിടിയില്ല. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കഴിഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മളിത് നാലാമത്തെ അല്ല നാലാമത്തെ അല്ലേ, 4ാമത്തെ സ്ഥലവും നമ്മൾ കണ്ടുപിടിച്ച്. അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു സാരില്ലായിരിക്കും. ഒരു മിനിറ്റ്, ഇതേ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 എണ്ണം കൂടെ നമുക്ക് കിട്ടാനുണ്ട്. കുട്ടികളൊക്കെ അന്വേഷിച്ച് നടപ്പാണ്. ഇവിടെ ഒരാൾ അന്വേഷിച്ച് നടപ്പാണ്. പക്ഷെ ഇവളേക്കാൾ അന്വേഷിക്കുന്നത് നമ്മളാണ്. സ്കൂള് ലൈക്ക് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ മീനി എൻ്റെ ഫ്രണ്ട് ഒരു ഇടി അവിടെ പൂച്ചുണ്ട്, അതൊന്നും കണ്ടില്ല. എന്നെ പൂച്ച കണ്ടതുമില്ലേ, എൻ്റെ അടുത്ത് ഓടി ഓടിട്ട് കാണുന്നു തലോടണം എന്നെ. ഇനി നമുക്ക് 2 എണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണം വായിച്ചിട്ട് നമുക്ക് ലൈബ്രറി പോലെ തോന്നി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. അങ്ങനത്തെ നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതല്ലേ അങ്ങനെ നമ്മൾ 5 എണ്ണം കണ്ടുപിടിച്ച് പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ അത് ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. പിന്നെ ആ ഹാളിലും ഇങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. ഇത് അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഏറ്റവും അടുത്തുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചത് ഏറ്റവും ലാസ്റ്റാണ്. നമ്മളിത് പഞ്ച് ചെയ്തിട്ടുണ്ട്. സെറ്റ്. ഈസ്റ്റർ എന്തെന്നാ പറയാ? പക്ക്. ഇതേ ഇതാണ് കേട്ടോ ഈസ്റ്ററിൻ്റെ ഫ്രഞ്ച് വേർഡ്. ഫെറ്റ് ഡേ പക്ക്. ഓക്കെ, ഇനി നമുക്കിത് കൊണ്ടു കൊടുക്കാം. ഗിഫ്റ്റ് വല്ലതും കിട്ടുമോ നോക്കാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ഹണ്ടിങ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അമ്മ അത് കൊടുത്തപ്പോൾ എന്താണ് പഞ്ച് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് നാട്ടോ പുള്ളി ചോദിച്ചത്. അപ്പോൾ ഈസ്റ്റർ എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് വേർഡ്സാണ് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെ പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മൂനത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതേ എഗ് ഹണ്ടിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഇനി അമ്മ ഫേസ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് എവിടെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റർ എഗ്ഗാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അമ്മൂസ് അത് എവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റർ എഗ്ഗിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഫേസ് പെയിൻറ്റിങ്, അതുപോലെ തന്നെ എഗ് ഹണ്ടിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പരിപാടി നടക്കുന്ന ആ ഒരു ഹാള്. ഇവിടെയാണ് ഫേസ് പെയിൻറ്റിങ്ങും സംഭവങ്ങളും ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ അമ്മു ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവളെ കാണിച്ച് അങ്ങോട്ട് ദൂരോട്ട് കൊള്ളാട്ടാ. അങ്ങനെ ഹണ്ടിങ്ങും ആർട്ട് ആൻഡ് ക്രാഫ്റ്റും എല്ലാം കഴിഞ്ഞ ആളത് ഫേസ് പെയിൻറ്റിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മൂന് ഫേസ് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അമ്മ ഒന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബണ്ണിയാണ്. ഈസ്റ്ററൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും ഈസ്റ്റർ ബണ്ണി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മൂസിൻ്റെ ഫേസ് പെയിൻറ്റിങ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, കുട്ടികൾ ക്യൂവിലാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടൈം തരും. അപ്പോൾ ആ ടൈമിൽ വന്നാൽ നമ്മുടെ പേര് വിളിച്ച് ഇവർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലാട്ടോ ഇവർ ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു ആർട്ടിസ്റ്റാണ്. നല്ല
സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല പെർഫെക്ഷനോടെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മൂന് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നേ, അമ്മൂനും ഇഷ്ടമായി. ബണ്ണിക്കുട്ടൻ അങ്ങനെ സ്പൈഡർമാൻ ഉണ്ട്, പിക്കാച്ചു ഉണ്ട്, സ്റ്റിച്ച്, യൂണിക്കോൺ, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഈ ബണ്ണീനെയും യൂണിക്കോണിനെയാണ് കേട്ടോ. സ്പൈഡർ ഉണ്ട്, നല്ല രസമുണ്ട്. അത് പുള്ളിക്കാരി ചെയ്യുന്നത് നല്ല പെർഫെക്ഷനോടെ കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഒരു കൊച്ചിന് എടുക്കുന്നുള്ളേ. ഫേസ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇതും കൂടെ മാറ്റിയാലേ കറക്റ്റ് കാണുള്ളൂ. ഇഷ്ടായോ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓ നല്ല ക്യൂട്ടായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഈസ്റ്റർ ഹണ്ടിങ്, ഈസ്റ്റർ അല്ല, എഗ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണേ. അമ്മ ഇവിടുത്തെ ഈ പിങ്ക് കൊടുത്തേക്കണ്ട, ഇത് ചോദിക്കും ഏത് കളറാ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് പിങ്ക് ഇഷ്ടം. അപ്പൊ ഈ പിങ്ക് ഓടിച്ചു തന്നു. എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്, രസമുണ്ട്. കുറേ ഈസ്റ്റർ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെവിടെ കുറേ ഷോപ്സുകളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഒരുവിധം ആയി തുടങ്ങി. ആൾക്കാരൊക്കെ ആയപ്പോൾ നമ്മളതേ പോവുകയാണ്. നമ്മൾ രാവിലെ നേരത്തെ എത്തി. ഇവിടെ വൈകുന്നേരം വരെ ഓരോ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എഗ് ഹണ്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലൊസാനിൽ പോയി. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂന് ഒരു പേന വേണം എന്ന് പറഞ്ഞിട്ട് ആ പേന തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ പേനയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ബാക്കിയുള്ള ഷോപ്പിങ്ങിലോട്ട് നമുക്ക് പോവാം. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെയുള്ള ഒരു H&Mലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈസ്റ്ററൊക്കെ അല്ലേ, ഈസ്റ്ററിൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് ഓർത്ത് പോയതാണ്. ബ്ലാക്ക് മാത്രം മതിയാ, വേറെ നോക്കാം. ഞാൻ ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഈ പേന അന്വേഷിച്ചാണ് കേട്ടോ നമ്മൾ ആ ഷോപ്പിൽ പോയത്. അപ്പോൾ ഈ പേന നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് നമുക്ക് മായ്ക്കാൻ പറ്റില്ലേ, അതുപോലെ തന്നെ ഈ പേന വെച്ച് എഴുതിയാൽ ഇത് നമുക്ക് മായ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പേന തപ്പിയിട്ടാണ് ഇന്ന് നമ്മൾ നടന്നത്. അങ്ങനെ അതേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഷീച്ചറിനുള്ള ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ലൈനാണ് കേട്ടോ ഇത്. കുറേ നേരം ക്യൂ നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാൻ പറ്റിയത്. നല്ല തിരക്കുണ്ടായിട്ടോ, നല്ല ക്യൂ ഉണ്ടായി. അമ്മ ഇത് ഇവിടെ പേനയും കൊണ്ട് തന്നെ നിൽക്കുക. അമ്മൂൻ്റെ ചേട്ടനാണെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഷീച്ചേട്ടന് ഇവിടെ അതേ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത്. സെറ്റല്ലേ? എനിക്കൊന്നും കിട്ടിയില്ല. താഴെ പോയിട്ട് നോക്കാം. താഴെയുണ്ട്. നമ്മളിപ്പോൾ H&Mലാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് അമ്മൂനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഷീച്ചേട്ടനെടുത്തു. അങ്ങനെ അമ്മൂനും എനിക്കും അവിടെ നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ന്യൂയോർക്കർ ഉണ്ട്, അങ്ങോട്ട് വന്നു. അവിടെ നമ്മളത് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് തപ്പി അമ്മൂന് നമ്മൾ 2 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അമ്മു ട്രയലൊക്കെ ചെയ്ത് നോക്കി, അമ്മു സെറ്റായിട്ടുണ്ട്. എനിക്കും അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് വാങ്ങാണ്ട് അപ്പയ്ക്കും മോക്ക് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വേറെ എവിടെയും നമുക്ക് കയറാൻ നിവൃത്തിയില്ല, വെജ് വേണമല്ലോ. പിന്നെ നമ്മളത് മെക്ഡൊണാൾഡ്സിൽ വന്നിട്ട് അവിടെ നിന്നൊരു വെജ് ബർഗറൊക്കെ കഴിച്ചു. ഇപ്പം അമ്മൂന് മൈൻക്രാഫ്റ്റിൻ്റെ ടോയ്സ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് മെക്ഡൊണാൾഡ്സിൽ തന്നെ കഴിച്ചപ്പോൾ അമ്മൂന് മറ്റേ മെക്ഡൊണാൾഡ്സിൻ്റെ തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സംഭവമാണ് ടോയാണ് കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം ഏതാണ് എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ അമ്മൂസ്. അത് കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് അമ്മൂസെ. വേറെ ഇഷ്ടല്ലേ? എന്താണത്? ഇഷ്ടല്ലേ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, കുറേ ട്രക്സും ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളോർത്തൊന്ന് അവിടെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തേ.
ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് നമ്മുടെ വയറൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടായില്ല വയറ്റിൽ. അതുകൊണ്ട് ജസ്റ്റ് ആ ഫുഡിൻ്റെ ട്രക്കുകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ ഒരു കുഞ്ഞൊരു പാർക്കുണ്ട്, ലേക്ക് സൈഡിലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറേ നേരം ഇരുന്നു. അമ്മൂസ് അവിടെ കളിക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ ഇവിടെ ഈ വെള്ളം പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് എവിടെ നിന്ന് വെള്ളം വരുന്നതെന്ന് മനസ്സിലായില്ല. നല്ല രസമുണ്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ലേക്ക് സൈഡിലാണ്. ഇന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഉണ്ടായി, ഒരുപാട് ആൾക്കാരും ഉണ്ടായി. മലയുടെ തുമ്പ് നമ്മൾ കാണില്ലേ, അമ്മൂസ് പോകണ്ട അതേ കൂടെ. മരങ്ങളിലൊക്കെ കണ്ട ഇപ്പം ഇങ്ങനെ പുതിയതായിട്ട് ഇല ഇട്ടേക്കുന്നത് കൊണ്ട് അത് കാണാൻ നല്ല രസമുണ്ട്. നല്ല കിളിന്ത ഇലയൊക്കെ ആയിട്ട് എല്ലാ മരങ്ങളും ഇങ്ങനെ ഒരേ സൈസിൽ, ഒരേ ടൈപ്പ്, ഒരേ വലുപ്പത്തിൽ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിൽ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുല്ലിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിൽ മല കണ്ടിട്ട് ഈ പുല്ലിലൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അമ്മു കുറേ നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. അമ്മുവിൻ്റെ കയ്യിലൊരു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടായി, അത് പോയി. അതിനെ ഞങ്ങളോട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ് അമ്മൂസെ. മുഖം കാണിച്ചേ, അങ്ങോട്ടാ നോക്കട്ടെ, മുഖം കാണിക്കടി, മുഖം കാണിച്ചടി. ബലൂൺ പറന്ന് മുകളിലോട്ട് പോയിട്ടേ മരത്തിൽ തങ്ങി നിൽപ്പുണ്ട് അവിടെ. അമ്മ അതിന് വഴക്കിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ ഇതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും എഗ് ഹണ്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.